2020 ലോകകപ്പിലെ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ പോരാട്ടത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അഹമ്മദാബാദിൽ നാളെ രാത്രി 7 മണിക്കാണ് കലാശ പോരാട്ടം. മൂന്നാം കിരീടം തേടിയിറങ്ങുന്ന ടീം ഇന്ത്യയും കന്യക്കിരീടം ലക്ഷ്യമിട്ടെത്തുന്ന ന്യൂസിലാൻഡും തമ്മിലാണ് മത്സരം. ന്യൂസിലാൻഡ് ടീം ഉച്ചയ്ക്ക് പരിശീലനം നടത്തിപ്പോയി. അതിനുശേഷം ഇന്ത്യൻ ടീമിൻ്റെ പരിശീലനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കായി റിങ്കു സിംഗും മുഹമ്മദ് സിറാജും ഒക്കെ തന്നെ നെറ്റ്സിൽ പരിശീലനം നടത്തി. അതിനു മുമ്പ് ഇഷാൻ കിഷനും നമ്മുടെ സഞ്ജു സാംസൺ അടക്കമുള്ളവരും വന്ന് പരിശീലനം നടത്തിയതാണ്. സഞ്ജു തന്നെയായിരുന്നു ഈ പ്രാക്ടീസ് സെഷനിലെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ജീവിതത്തിലെ ഏറ്റവും മികച്ച 2 ഇന്നിംഗ്സുകളുമായി സഞ്ജു കളം നിറയുന്ന കാഴ്ച കണ്ടു. ആദ്യം കൊൽക്കത്തയിൽ, പിന്നീട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ 2 മത്സരത്തിലും കളിയിലെ താരമായി മാറിയതും സഞ്ജു തന്നെയാണ്. ആ സഞ്ജുവിൻ്റെ ഒരു കലക്കൻ ഇന്നിംഗ്സ് ഫൈനലിൽ കൂടി പ്രതീക്ഷിക്കുന്നു. സഞ്ജു ആരാധകരും ഒപ്പം തന്നെ ടീം ഇന്ത്യയും ഒന്നടങ്കം സഞ്ജുവിന് അതിന് വലിയ സപ്പോർട്ട് കൊടുക്കുന്ന, പ്രാക്ടീസ് സെഷനിലൊക്കെ തന്നെ കൊടുക്കുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും അതുപോലെ തന്നെ ഗൗതം ഗംഭീറിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ ടീം വലിയ ആത്മവിശ്വാസത്തിലാണ്. അത് പങ്കുവയ്ക്കുകയായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വാർത്താ സമ്മേളനത്തിൽ. കുറച്ച് നെർവസ്നെസ് ഉണ്ട്, എന്നിരുന്നാൽ പോലും ഫുള്ളി കോൺഫിഡൻ്റ് ആണ്. ടീമിനെക്കുറിച്ച് ആശങ്കയുള്ള, ഏറ്റവും നന്നായി തന്നെയാണ് ഫൈനലിലേക്ക് മുന്നേറിയത്. അപ്പോൾ ഫൈനലിലും അതേ മികവ് ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ക്യാപ്റ്റൻ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ അതിന് മുന്നോടിയായി ന്യൂസിലാൻഡിനെ പ്രതിനിധീകരിച്ചെത്തിയത് അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ സാന്നർ ആയിരുന്നു. സാന്നർ പറയുന്നത് ഒരുപക്ഷെ പണ്ട് 2023 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ പാറ്റ് കമിൻസ് ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്ന, ഈ ഹോം ഗ്രൗണ്ടിലെ 1,00,000-ത്തിലധികം വരുന്ന ആരാധകരെ നിശബ്ദരാക്കുന്നത് അത് വലിയ ആഘോഷമാണെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിച്ചു. അതേ തരത്തിലുള്ള ഒരു ചോദ്യമാണ് മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഉണ്ടായിരുന്ന വാർത്താ സമ്മേളനത്തിൽ. അപ്പോൾ പക്ഷേ ഇതേ ചോദ്യം തന്നെയാണോ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാനുള്ളതെന്ന രസകരമായ മറുപടിയും. പക്ഷേ അത് നടക്കാൻ പോകില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസവുമാണ് സൂര്യകുമാർ യാദവ് പങ്കുവെക്കുന്നത്. ടീമിനെക്കുറിച്ചും ചില സൂചനകൾ നമുക്ക് സൂര്യകുമാർ യാദവിൽ ലഭിക്കുന്നുണ്ട്. അതായത് പ്ലേയിങ് ലെവലിൽ മാറ്റത്തിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വരുൺ ചക്രവർത്തിയെ മാറ്റുമോ എന്നതായിരുന്നു പ്രധാനമായ ചോദ്യം. പക്ഷേ 1-2 മത്സരങ്ങളുടെ പേരിൽ ലോകത്തെ 1-ാം നമ്പർ ബൗളറെ മാറ്റേണ്ടതുണ്ടോ എന്ന മറുചോദ്യവും സൂര്യകുമാർ യാദവ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സഞ്ജുവിനെ കുറിച്ചും വാചാലനാവുന്ന സൂര്യകുമാർ യാദവിനെ കണ്ടു. കാരണം സഞ്ജു ടീമിലില്ലാത്തപ്പോൾ പോലും അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തിരുന്നു, ടീമിനായി കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അദ്ദേഹം എന്താണോ ചെയ്തത് അതിനുള്ള ഫലമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലൊക്കെ തന്നെ കണ്ടത് എന്ന് സൂര്യകുമാർ യാദവ് പറയുന്നു. അപ്പോൾ മലയാളി ആരാധകരൊപ്പം തന്നെ സഞ്ജു ആരാധകരും വലിയ പ്രതീക്ഷയിലാണ്. ഫൈനലിലും സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകടനം ഉണ്ടാകും എന്നതാണ് പ്രിയ പ്രേക്ഷകർക്കായി ഇതാ നമ്മുടെ ഒരു സമ്മാനം. സഞ്ജു സാംസനെ നമ്മുടെ സ്ക്രീനിൽ ഇതാ പ്രേക്ഷകർക്കായി കാണിക്കുന്നു. സഞ്ജുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സഞ്ജു ഒരു മികച്ച പ്രകടനം ഫൈനലിലും ആവർത്തിക്കുമെന്ന് കരുതാം. ചേട്ടൻ ഷോ നമുക്ക് അഹമ്മദാബാദിലും പ്രതീക്ഷിക്കുന്നു. എന്തായാലും സഞ്ജുവിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. മലയാളികളും ഒക്കെ തന്നെ കാത്തിരിക്കുന്നു സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സ് ഫൈനലിൽ കൂടി കാണുന്നതിനായി. രാജ്യം കപ്പെടുക്കുമ്പോൾ അതിൽ തലയുയർത്തി സഞ്ജു ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഹമ്മദാബാദിൽ നിന്ന് വരുണിനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.